ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇപ്പോൾ നമ്മുടെ പാരലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പൊളിറ്റി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, മാത്സ്, അതുപോലെ എക്കണോമിക്സ്, 4 സബ്ജക്റ്റുകൾ ഇപ്പോൾ പാരലായിട്ട് നമ്മൾ ഓൺ കംപ്ലീഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈ നവംബർ അവസാനത്തേക്ക് നമ്മൾ അതിനെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എവിടെയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ആപ്പിലും വെബ്സൈറ്റിലും ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എക്കണോമിക്സിൻ്റെ കേസിലാണെങ്കിൽ ഓൾറെഡി 4 ടെസ്റ്റുകൾ, മിനി ടെസ്റ്റുകൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ നിങ്ങളെല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുകയോ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, കുറേ ഇൻഫർമേഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുകയും കൂടെ വേണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് നമ്മുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യണം. നമ്മൾ എവിടെ നിൽക്കുന്നുണ്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പല എക്സാമിനേഷനും ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ല ബാക്കിയുള്ളവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ പെർഫോമൻസ് എന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്ന സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മുടെ എവിടെ നിൽക്കുന്നുണ്ട് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു കോഴ്സിൽ 500-ലധികം ആൾക്കാർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 500ഓളം ആൾക്കാർ കൃത്യമായിട്ട് ടെസ്റ്റുകൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ സ്റ്റാൻഡ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയും അതിലേക്ക് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ ടെസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, അതുപോലെ മറ്റുള്ളവർ ശരിയാക്കിയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ആ മിനി ടെസ്റ്റ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിനി ടെസ്റ്റ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് വരുന്ന ടെസ്റ്റ് സീരീസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഠിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് ടെസ്റ്റുകൾ എടുത്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. കാരണം ഓരോ മിനി ടെസ്റ്റും ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയാലും അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ അവിടെ ഇരിക്കുന്നതിൻ്റെ സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വളരെ ചെറുതായിട്ട് ഒരുപാട് എലാബറേറ്റ് ആയിട്ടൊന്നല്ല, വളരെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും. ഓക്കെ, വളരെ ചെറിയ എക്സ്പ്ലനേഷൻ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നിങ്ങൾ ചെറുതായിട്ട് കാണരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന സമയത്തും അവിടെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രയുണ്ട്. അപ്പോൾ അതിൽ 10-ൽ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെറ്റാണ്. എന്നാൽ അതിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സും ആ ടോപ്പിക്കും ഒന്നും കൂടെ റീവാച്ച് ചെയ്യണം. അവിടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ എന്തെല്ലാം ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് തന്നെയായിരിക്കും ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിങ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ സമയത്തും കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഈ 4 കൺസെപ്റ്റുകളും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന 2 കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഘടകങ്ങളും ഗുണിതങ്ങളുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താണെന്നുള്ളത് പറയാം. ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഗുണിതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾസ്. ഓക്കെ, ഈ 2 കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LCM പഠിക്കാനുണ്ട്. ഓക്കെ, ലസാഗു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ലഘുതമ സാധാരണ ഗുണിതം ലസാഗു എന്ന് പറയും. അതുപോലെ ഉസാഗ വരുന്നുണ്ട്. ഓക്കെ, ഉത്തമ സാധാരണ ഗുണിതം വരുന്നുണ്ട്. അപ്പം LCM ആയാലും അതുപോലെ തന്നെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉസാഗു. ഓക്കെ, ഉസാഗ ആയാലും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എക്സ്പോണൻസ് ആണ് എന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സും ഗുണിതങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൺസെപ്റ്റ് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് തറവാക്കി മനസ്സിലാക്കി വെക്കണം. എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് മൾട്ടിപ്പിൾസ് എന്നുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പേഴ്സ്, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 32 എടുത്തു. ഓക്കെ,
32 എടുത്തു. ഈ 32നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വിവിധ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് 32നെ എനിക്ക് ഏതെല്ലാം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ നമ്പേഴ്സിനെ എല്ലാം 32ൻ്റെ ഘടകങ്ങളായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 32നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? 16 കിട്ടും. ഈ 16നെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 8 കിട്ടും. 8നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഏതെല്ലാമാണ് 32ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന 32ൻ്റെ ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, 32ൻ്റെ കേസിലേക്ക് 1 32, അതായത് ഇതും ഇതിൻ്റെ ഫാക്ടേഴ്സ് തന്നെയാണ്. ആ നമ്പറും അതുപോലെ 1 എന്ന് പറയുന്നത് ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടറാണ്. ആ നമ്പറും അതിൻ്റെ തന്നെ ഫാക്ടറാണ്. ഇനി ഇങ്ങനെ 1ഉം ആ നമ്പറും മാത്രം ഫാക്ടറായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ 1 32 ഇത് രണ്ടും ഇതിൻ്റെ ഫാക്ടറാണ്. അതുകൂടാതെ 2 4 8 16 ഇതൊക്കെ 32ൻ്റെ ഫാക്ടേഴ്സാണ്. ഓക്കെ, 32ന് എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് 16 × 2 എന്ന് എഴുതാം, 8 × 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 1 × 32 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയൊക്കെ എനിക്ക് എന്ത് ചെയ്താം? ഇതിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയെല്ലാം എഴുതാം. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് പറയാൻ പറ്റും 32ന് 6 ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെയാണ് 6 ഘടകങ്ങൾ? 16 2 8 4 1 32. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 32ന് ടോട്ടലായിട്ട് 6 ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 6 ഘടകങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 35 എടുത്തു. ഓക്കെ, 35 എടുത്തു. 35 എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 × 35 അതൊരു ഫാക്ടറാണ്. ഇനി 2 പോവില്ല, 3 പോവില്ല, 4 പോവില്ല, 5 പോവും. ഓക്കെ, 5 × 7. ഓക്കെ, 35 5 × 7 35. ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സ് പോവോ? ഇല്ല. ഓക്കെ, വേറെ നമ്പേഴ്സ് ഒന്നും ഇനി പോവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫാക്ടേഴ്സ് കാണുന്ന സമയത്ത് ഏത് നമ്പർ വരെ നമ്മൾ ഫാക്ടേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമല്ലോ, 1 പോവോ, 2 പോവോ, 3 പോവോ, 5 പോവോ, 6 പോവോ, 10 പോവോ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ 35 വരെയുള്ള നമ്പേഴ്സിൻ്റെത് നമ്മൾ നോക്കണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ നമ്പേഴ്സും നിങ്ങൾ നോക്കേണ്ടതില്ല. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് 1 മുതൽ ആ നമ്പറിൻ്റെ റൂട്ട് വരെ വരുന്ന നമ്പേഴ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂട്ട് 35 നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നിയർ ബൈ അതിന് തൊട്ട് മുകളിലുള്ള നമ്പർ എടുക്കുക. അതേതാണ്? 36. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 1 മുതൽ 6 വരെ. അതുകൊണ്ടാണ് ഞാൻ 1 5. ഇനി 6 ചെക്ക് ചെയ്യണമെന്നില്ല, 6 എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ഞാൻ ഒഴിവാക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഹയർ നമ്പർ എടുക്കാം. ഓക്കെ, കുറച്ചുകൂടി വലിയ നമ്പർ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 81. ഓക്കെ, 81ൻ്റെ കേസ് നിങ്ങൾക്ക് നേരിട്ട് അറിയാം. അതിൻ്റെ റൂട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 9 കിട്ടും. ഓക്കെ, നേരിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഈ പറയുന്ന 8ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. 1 തീർച്ചയായിട്ടും വരുന്നുണ്ട്, 1 × 81 വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ 9 വരുന്നുണ്ട്, 9 × 9 81 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ലൈക്ക് 3 എടുക്കുകയാണ്. ഓക്കെ, 3 എടുക്കുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? 3 × 27 വരുന്നുണ്ട്. ഓക്കെ, ഫാക്ടറായിട്ട് വരുന്നുണ്ട്, 3 × 27 വരുന്നുണ്ട്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും നമ്പേഴ്സ് വരുന്നുണ്ടോ? ജസ്റ്റ് നമുക്ക് നോക്കാം. 4 എന്തായാലും വരില്ല, ഈവൻ നമ്പേഴ്സ്. 5 വരില്ല. 5 വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തിൽ 0 5 അതിൻ്റെ ഫാക്ടറായിട്ട്, അല്ലെങ്കിൽ 0 5 ആയിരിക്കണം ഇതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ 0 5 അല്ല, അതുകൊണ്ട് 5 പോവില്ല. ഇനി 6 തീർച്ചയായിട്ടും പോവില്ല, കാരണം ഈവൻ നമ്പർ വരണം. 7 ഇല്ല, പോവില്ല. ഓക്കെ, 7ൻ്റെ കേസ് എടുത്താലും പോവില്ല. 8 ഈവൻ നമ്പർ അല്ലാത്തതുകൊണ്ട് 8ഉം പോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 81ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 81 3 27 9 ആണ്. ഓക്കെ, അപ്പോൾ 5 ഫാക്ടേഴ്സ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, 5 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വരെ നോക്കിയത്? 1 മുതൽ ഇതിൻ്റെ റൂട്ട് വരെയുള്ള നമ്പേഴ്സ് നമ്മൾ നോക്കി. ഓക്കെ, 1 × 81. അപ്പം അടുത്ത ഫാക്ടർ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് കിട്ടും. 3 × 27, പിന്നെ 9 × 9. ഇതല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരുന്നില്ല. അപ്പം ഇങ്ങനെ ഏതെല്ലാം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നോക്കുക. അതിൻ്റെ കൂടെ ഇപ്പുറത്തെ നമ്പറും കൂടെ എഴുതണേ. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 27 കിട്ടും, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 തന്നെ കിട്ടും. അതും കൂടെ എഴുതണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഇതിൻ്റെ ഫാക്ടർ തന്നെയായിരിക്കും. ഓക്കെ, സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ഘടകങ്ങളെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗുണിതങ്ങളാണ്. ഒരു നമ്പറിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗുണിതങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗുണിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഗുണിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
മൾട്ടിപ്പിൾസ് ആണ്. ഈ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഗുണിതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമുക്ക് സാധാരണ പഠിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ്, ഗുണന പട്ടിക തന്നെയാണ് ഈ പറയുന്ന ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ നോക്കുകയാണെങ്കിൽ 3 × 1 3 തന്നെയാണ്. 3 × 2 6 വരുന്നുണ്ട്, 3 × 3 9 വരുന്നുണ്ട്, 3 × 4 12 വരുന്നുണ്ട്, ദെൻ 3 × 5 15 വരുന്നുണ്ട്, 3 × 6 18 വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇതെന്താണ്? 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 3നെ ഞാൻ 1 കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ട് അങ്ങനെ ഓരോ നമ്പേഴ്സ് എടുത്ത് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നു. അപ്പോൾ എന്താണ്? മൾട്ടിപ്പിൾസ് ആണ്. 3ൻ്റെ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ സേ ഫോർ എക്സാമ്പിൾ 4 എടുക്കുകയാണ്. 4 എടുത്തു. 4 എടുക്കുന്ന സമയത്ത് 4ന് ഒരു തവണ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു 4, 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു 8, ഓക്കെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തു 12, 4 തവണ മൾട്ടിപ്ലൈ ചെയ്തു 16, 5 തവണ മൾട്ടിപ്ലൈ ചെയ്തു 20, ഓക്കെ ദെൻ 6 തവണ മൾട്ടിപ്ലൈ ചെയ്തു 24. ഓക്കെ, സോ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോകാം. 3ൻ്റെത് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. 18 കഴിഞ്ഞു. ഓക്കെ, 18 കഴിഞ്ഞ് വീണ്ടും 21 വരുന്നുണ്ട്, പിന്നെ 24 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3ഉം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം 5 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 15 വരും, 20 വരും, ഓക്കെ 25 വരും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ 25 അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 3ഉം 4ഉം മാത്രം ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. 3ഉം 4ഉം മാത്രം ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ചില പാറ്റേൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ചില നമ്പേഴ്സ് രണ്ടിലും പൊതുവായിട്ട് കോമൺ ആയിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പറാണ് 12. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് 24 കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ 24 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 3ലും 4ലും കൂടി അല്ലെങ്കിൽ 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സാണ് 12, 24 എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അടുത്ത നമ്പർ 36 ആണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്പർ 36 ആയിരിക്കും. ഓക്കെ, പിന്നത്തെ നമ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൂടി പോകുന്ന രൂപത്തിലായിരിക്കും ഇനി ഇതിൻ്റെ ബാക്കി നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതിന് സമാന്തര ശ്രേണിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ചോദ്യങ്ങൾ വരും. ഓക്കെ, അതായത് 3, 4 എന്നീ 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിലെ സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യം വരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെ രൂപം കൊണ്ടത്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ആണ്. പൊതുവ്യത്യാസം 12 ആയിട്ട് വരുന്ന ഡി, 12 ആയിട്ട് വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് അവിടെ രൂപം കൊണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന 3ഉം 4ഉം 5ഉം കൂടെ ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, 3ഉം 4ഉം 5ഉം ഞാൻ പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അടുത്തൊന്നും ഒരു നമ്പേഴ്സും എന്ത് വരുന്നില്ല? കോമൺ ആയിട്ട് വരുന്നില്ല. ഇവിടെ 20 വരുന്നുണ്ട്, പക്ഷേ അത് എന്ത് വരുന്നില്ല? 3ൽ കോമൺ ആയിട്ട് വരുന്നില്ല. എന്നാൽ ഈ നമ്പേഴ്സിന് ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കാം. ഓക്കെ, ആ നമ്പേഴ്സിന് ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറയുന്ന 4നെ ഞാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 60 കിട്ടും. ഓക്കെ, അതുപോലെ 3നെ ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. 3നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് 3 × 20 ചെയ്യുമ്പം എനിക്കൊരു 60 ഇവിടെ കിട്ടും. ഓക്കെ, അതുപോലെ 5 × 12 ചെയ്യുമ്പം ഒരു 60 കിട്ടും. അപ്പം ഈ പറയുന്ന 3 നമ്പേഴ്സിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ 60 എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന 3, 4, 5ൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് 12, 24, 36, 48 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ മൾട്ടിപ്പിൾസ് എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ, അതായത് ആദ്യമായിട്ട് 3ഉം 4ഉം പൊതുവായിട്ട് വരുന്ന നമ്പർ 12 ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് LCM? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലസാഗു എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ലഘുതമ സാധാരണ ഗുണിതം എന്ന് മലയാളത്തിൽ പറയും, LCM എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ഏതാണ് അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിൾ ഏതാണോ അതിനെ നമ്മൾ LCM എന്ന് പറയും. 3ൻ്റെയും 4ൻ്റെയും കേസിൽ അത് 12 ആണ്. 3, 4, 5ഉം കൂടെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് LCM എന്ന് പറയുന്നത് 60 ആണ്. നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് LCM എന്ന് പല തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് LCMൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ LCMൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് LCM മറ്റൊരു നമ്പറിൻ്റെ LCM കൂടെ എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്? 5ൻ്റെയും 7ൻ്റെയും LCM എടുക്കുകയാണ്. ഓക്കെ, 5ൻ്റെയും 7ൻ്റെയും LCM എനിക്ക് കാണാം.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡിഫറൻറ്റ് മെത്തേഡ്സിൽ LCM കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ 5ൻ്റെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5, 10, 15, 20, 25, 30, 35. ഓക്കെ, ഞാൻ അങ്ങനെ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ചെയ്ത് പോവാണ്. ഇനി എനിക്ക് എഴുതി പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ 7ൻ്റെത് എഴുതുകയാണ്. 7, 14, 21, 28, 35 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് നമ്പേഴ്സിനെ എടുത്തിട്ട് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയതിന് ശേഷം ആദ്യം കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ രണ്ട് കേസിലും 35 വരുന്നത്. അപ്പോൾ 5ൻ്റെയും 7ൻ്റെയും LCM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35. സാധാരണ ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ LCM കാണാൻ വേണ്ടിയിട്ട് അതിനെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക 3ഉം 5ഉം പരിഗണിക്കുന്ന സമയത്ത് അതിൻ്റെ LCM എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ 3ഉം 7ഉം നോക്കുക. ഓക്കെ, 3ഉം 7ഉം നിങ്ങൾ പരിഗണിക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ എഴുതി നോക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ 3, 6, 9, 12, 15 അങ്ങനെ കിട്ടും. 21 പോകും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക 7, 14, 21. അപ്പോൾ 21 കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 3ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 21. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സും ഇതുപോലെ പ്രൈം നമ്പേഴ്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നേരിട്ട് രണ്ട് നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LCM കിട്ടുന്നതായിരിക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസ് അങ്ങനെ തന്നെയായിരിക്കും. രണ്ട് നമ്പേഴ്സിനും കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും LCM എന്ന് പറയുന്നത്. കാരണം അതിന് നമുക്കൊരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ ഒരു മെത്തേഡും കൂടെ കാണാം. LCM കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ പ്രൈം നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും LCM. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. ഓക്കെ, ലസാഗു എന്ന് പറയുന്നത്. ഇനി ഈ ലസാഗുവിൻ്റെ കൺസെപ്റ്റും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 3, ഓക്കെ, ആ 3 വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയം, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടേം, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലസാഗു. ഓക്കെ, ഈ 3 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം 3ഉം 4ഉം കൂടെ ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ്? ഇനി എപ്പോഴായിരിക്കും 3ഉം കൂടെ ഒരുമിച്ച് വരുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്? 3ഉം 4ഉം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എപ്പോഴായിരിക്കും വരുന്നത്? 12ന് വന്നു. ഇനി എപ്പോഴായിരിക്കും ഒരുമിച്ച് വരുന്നത്? 24-ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോണിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ബെല്ലുകൾ 2 ഡിഫറൻറ്റ് സമയത്ത് ഒരുമിച്ച് മുഴങ്ങുന്നുണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും മുഴങ്ങുന്ന സമയം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബെല്ല് 4 മണിക്കൂർ കഴിയുമ്പോഴും ഒരു ബെല്ല് 5 മണിക്കൂർ കഴിയുന്ന സമയത്താണ് മുഴങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബെല്ലുകളും അടുത്തത് എപ്പോഴായിരിക്കും ഒരുമിച്ച് മുഴങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്? നിങ്ങൾ നോക്കുക, 5 എന്ന് പറയുന്നത് പ്രൈം ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 4ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഒരു 20 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഈ പറയുന്ന രണ്ട് ബെല്ലുകളും കൂടെ ഒരുമിച്ച് മുഴങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇനി എപ്പോഴാണ് എന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉറപ്പിച്ചോളണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് LCM ആണ്. കാരണം ഇത് ഇനി റിപ്പീറ്റ് ആയിട്ട് വരണം. ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിൽ ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരുമിച്ച് റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്, അങ്ങനെയാണ് ചോദ്യം നിങ്ങൾക്ക് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ LCM ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ചില ആൾക്കാർക്ക് എവിടെ LCM ഉപയോഗിക്കണം എന്നുള്ളത് അറിയാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്ക് 2 കാര്യങ്ങൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് എപ്പോൾ സംഭവിക്കും എന്നുള്ള രൂപത്തിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ LCM കാണാനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഘടകങ്ങളും ഗുണിതങ്ങളും എന്താണ് എന്നുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് നേരിട്ട് പോവാം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതാണ് ലഘുതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല തവണ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് LCM എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഭിന്നസംഖ്യകളെ കൂട്ടുന്ന സമയത്തും കുറയ്ക്കുന്ന സമയത്തും അല്ലെങ്കിൽ ലൈക്ക് ഭിന്നസംഖ്യകളിൽ നമ്മൾ എന്തെങ്കിലും ലൈക്ക് ഈ പറയുന്ന അഡീഷൻ സബ്സ്ട്രാക്ഷൻ പോലെയുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കവിടെ LCM ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അതല്ലാതെ പ്രധാനപ്പെട്ട മാത്സിലെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്തും LCM നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം LCM എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഒരു ഡിഫറൻറ്റ് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം LCM എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ തവണ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 7ഉം അതുപോലെ തന്നെ 9ഉം 2 പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 7ഉം 9ഉം ഇതിൻ്റെ ലസാഗു എത്രയാണ് എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 7നെയും 9ൻ്റെയും മൾട്ടിപ്പിൾസ് അങ്ങനെ എഴുതി പോവാം. ഓക്കെ, ഇത് എഴുതി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടും പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
ഓക്കെ, ഇനി അതല്ല ഒരു നമ്പർ പ്രൈം നമ്പർ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 7ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതി പോകുന്ന സമയത്ത് 7 × 9, ഓക്കെ, അത് 81 ആയിരിക്കും. ഇനി 9ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതി പോകുന്ന സമയത്ത് 9 × 7 81. അപ്പോൾ 81, അതുപോലെ ഈ പറയുന്ന 81 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടും വരുന്നുണ്ട്. അങ്ങനെ 7ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പർ 81 തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 162 വരും. ഓക്കെ, 162 വരും. 162 7ൻ്റെയും അതുപോലെ തന്നെ 9ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരും. നിങ്ങൾ നോക്കുക, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും എന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. 1 + 6 7, 7 + 2 9. അപ്പോൾ എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഒരു നമ്പർ 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. ആ നമ്പേഴ്സിലെ ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന നമ്പർ 9 9ൻ്റെ മൾട്ടിപ്പിളോ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നമ്പർ 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഏതൊരു നമ്പർ നമുക്ക് തരികയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7325, ഈ നമ്പർ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ 9 കൊണ്ട് എനിക്കിവിടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നറിയാൻ ഒന്നും ചെയ്യേണ്ട. ഈ പറയുന്ന 4 നമ്പേഴ്സിനും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. 7 + 3 10, 10 + 2 12, 12 + 5 17. ഓക്കെ, 12 + 5 17. ഈ 17 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, 17 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഈ 17 നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചുകൂടെ വലിയൊരു നമ്പർ തരികയാണ്. ഓക്കെ, 5 6 7 8. ഓക്കെ, അപ്പോൾ ഒരു കുറച്ചുകൂടെ വലിയ നമ്പർ നിങ്ങൾക്ക് തന്നു. ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 17 വന്നു, 17 മാറും 23 വരും, 30 വരും, 38 വരും. ഇനി ഈ 38 നിങ്ങൾക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 3ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, 3ഉം 8ഉം കൂടെ ആഡ് ചെയ്യുക, 11. 11 നിങ്ങൾക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഈ നമ്പർ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ അത് വളരെ എളുപ്പമാണ്. 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, കാരണം നമ്മൾ ഏറ്റവും ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 7ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 81 എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് രണ്ട് നമ്പേഴ്സിൻ്റെയും LCM എന്ന് പറയുന്നത് 81 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു നമ്പർ നോക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 അതുപോലെ തന്നെ 8. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM എത്രയായിരിക്കും? ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം 5 പ്രൈം നമ്പറാണ്. 5 പ്രൈം നമ്പറാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും LCM എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ നോർമലായിട്ട് എഴുതുകയാണെങ്കിൽ 5 10 15 അങ്ങനെ ഞാൻ എഴുതി പോവുകയാണെങ്കിൽ 20. ഓക്കെ, പിന്നീട് 40 വരും. ഓക്കെ, 40 വരും. ഇനി അതേപോലെ 8ൻ്റെ ഞാൻ എഴുതി പോകുന്ന സമയത്ത് 8 16 24 അങ്ങനെ ഞാൻ എഴുതി പോകുന്ന സമയത്ത് 40 വരും. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM എന്ന് പറയുന്നത് 40 ആണ്. ഇനി നമുക്ക് വേറൊരു ഡിഫറൻറ്റ് നമ്പർ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4ഉം 8ഉം. ഓക്കെ, 4ഉം 8ഉം. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈം നമ്പർ ആയ സമയത്ത് എന്താ ചെയ്തത്? രണ്ട് നമ്പേഴ്സും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാനിവിടെ 4ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 32 കിട്ടുന്നത്. അപ്പോൾ 32 തന്നെയാണോ LCM എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, 32 തന്നെയാണോ LCM എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. 4, ഓക്കെ, 8, 12, 16, 20, 24, 28 അങ്ങനെ പോകും. ഓക്കെ, ഇനി 8ൻ്റെത് എഴുതുകയാണ്. 8, ഓക്കെ, 8 കഴിഞ്ഞാൽ പിന്നെ 16, അത് കഴിഞ്ഞാൽ 24, അത് കഴിഞ്ഞാൽ 32. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, 32 എന്തായാലും ഇതിന് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ 28 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 32 ആണ്. ഓക്കെ, അപ്പോൾ 32 എന്തായാലും പൊതുവായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതല്ല ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 16 കിടപ്പുണ്ട്. കണ്ടോ, ഒരു 16 കിടപ്പുണ്ട്. ആ 16 4ൻ്റെയും 8ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് LCM എന്ന് പറയുന്നത് 16 ആണ്, 32 അല്ല. ഓക്കെ, പ്രൈം നമ്പേഴ്സിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ LCM. പക്ഷേ അതല്ലാത്ത പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ അവിടുത്തെ LCM കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഈ LCM, ഓക്കെ, 3ൻ്റെയും 4ൻ്റെയും LCM ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി നോക്കുക, എന്നിട്ട് അതിൽ പൊതുവായിട്ട് വരുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? മാനുവലായിട്ട് നമ്മൾ സാധാരണ എഴുതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 3ൻ്റെയും 4ൻ്റെയും കേസിലാണെങ്കിൽ 3 4 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതുകയാണ്. 3 6 9 12 15 അങ്ങനെ ഞാൻ എഴുതുകയാണ്. എന്നിട്ട് അതേപോലെ 4ൻ്റെ എഴുതുകയാണ്. 4 8 12 16 20 അങ്ങനെ ഞാൻ അതും എഴുതി. എന്നിട്ട് ഇതിൽ പൊതുവായിട്ട് വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് നോക്കി 12 ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മൾട്ടിപ്പിൾസിനെ മുഴുവൻ നമ്മൾ ലിസ്റ്റ് ചെയ്തു, 4ൻ്റെയും മൾട്ടിപ്പിൾസിനെ മുഴുവൻ ലിസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്നുള്ളത് നോക്കി അത് നമ്മൾ LCM ആയിട്ട് എടുത്തു. ഓക്കെ, അത് നമ്മൾ LCM ആയിട്ട് എടുത്തു.
ഓക്കെ, അപ്പോൾ അങ്ങനെ LCM ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം അത് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും 12. ഓക്കെ, കോമൺ ആയിട്ട് വരുന്നത് 12 ആണ്. അപ്പോൾ 12 നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ LCM ആയിട്ട് 3ൻ്റെയും 4ൻ്റെയും LCM ആയിട്ട് 12 എടുക്കാം. ഓക്കെ, യെസ്, സോറി, യെസ്. ദെൻ അടുത്തത്, ഇനി LCM കാണുന്നതിന് വേറെയും ചില മെത്തേഡ്സ് ഉണ്ട്. എല്ലാ മെത്തേഡ്സും നമ്മൾ പഠിച്ചു വെക്കണം. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്, ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഫൈൻഡ് ദി LCM ഓഫ് 8 ആൻഡ് 12. 8ൻ്റെയും 12ൻ്റെയും LCM കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ, അല്ലെങ്കിൽ അഭിന്നക ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ പറയുന്ന LCM ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. അതുപോലെ ചെയ്യാൻ പോകുന്ന മെത്തേഡിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്നത് 8 ആണ്. ഓക്കെ, 8 ആണ്. അതുപോലെ തന്നെ 12 എടുക്കുന്നുണ്ട്. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച നമ്പേഴ്സാണ്. ഇനി ഞാൻ ആദ്യം, ഇപ്പോൾ നമുക്കറിയാം 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഞാൻ ആദ്യം 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. 8 എടുത്തു, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കിട്ടി. എന്നിട്ട് ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ 8നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 × 2 എന്ന് കിട്ടും. ഇനി ഞാൻ 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2, അപ്പോൾ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6, 6നെ ഞാൻ വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈം ഫാക്ടറൈസേഷൻ 12നെ ചെയ്യുന്ന സമയത്ത് 2 × 2 × 3 ഇതാണ്. ഓക്കെ, ഇനി ഈ 2 × 2 × 2 ഇങ്ങനെ 3 തവണ 2നെ എഴുതുന്നതിന് എനിക്ക് 2 ക്യൂബ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഫാക്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ എക്സ്പോണൻസ് ആയിട്ട് അതിനെ, അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് അതിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 8നെ എനിക്ക് 2 ക്യൂബ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 12നെ എനിക്ക് 2² × 3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2 ആണ്. പിന്നെ വരുന്ന ഒരു പ്രൈം നമ്പർ 3 ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ 2ൻ്റെ ഏറ്റവും വലിയ ഓർഡർ ഏതാണ് എന്നുള്ളത് നോക്കുക. 2ൻ്റെ ഏറ്റവും വലിയ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 2ൻ്റെ ഏറ്റവും വലിയ ഓർഡർ 3 ആണ്. അപ്പം ആ നമ്പർ ഇങ്ങ് എടുക്കുക. 2ൻ്റെ ഏറ്റവും വലിയ ഓർഡർ ആയിട്ട് വരുന്നത് ആ നമ്പർ നിങ്ങൾ എടുക്കുക. അതെന്താണ്? 2 ക്യൂബ് ആണ്. ഓക്കെ, 2 ക്യൂബ് ഇൻറ്റു, ഇനി വരുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, രണ്ടിനും കോമൺ ആയിട്ട് വരണമെന്നില്ല, രണ്ടിലും കൂടി ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടർ പിന്നെ വരുന്നത് 3 ആണ്. ഓക്കെ, ഏറ്റവും വലുതും 3 തന്നെയാണ്. അപ്പോൾ ആ 3ഉം കൂടെ ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, 3ഉം കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 8ൻ്റെയും 12ൻ്റെയും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ LCM ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 × 3 24 ആണ്. 24 ആണ് ഈ പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ LCM ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് 24 ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിഫറൻറ്റ് നമ്പറും കൂടെ എടുത്ത് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ആ മെത്തേഡ് ഒന്ന് തറവാൻ വേണ്ടിയിട്ട് മറ്റൊരു നമ്പറും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിഫറൻറ്റ് നമ്പർ എടുക്കുകയാണ്. 6ഉം അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ 15ഉം. ഓക്കെ, 6ഉം 15ഉം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 6നെ ഞാൻ എന്ത് ചെയ്യാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല, 2 × 3 ആണ്. ഓക്കെ, 2 × 3 ആണ്, വളരെ എളുപ്പം കഴിഞ്ഞു. ഇനി 15ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3 × 5 ആണ്. ഓക്കെ, 3 × 5 15 ആണ്. ഇനി നമ്മൾ നോക്കുക, ഇതിൽ ഏറ്റവും വലിയ 2ൻ്റെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ 2 ഏറ്റവും വലിയ ഫാക്ടറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ 2ൻ്റെ ഏറ്റവും വലിയ എക്സ്പോണൻറ്റ് വരുന്നത് 2 തന്നെയാണ്. അപ്പോൾ ആ 2 ഞാൻ അതേപോലെ എടുത്തെഴുതും. പിന്നെ 3 വരുന്നുണ്ട്. 3 2 പ്രാവശ്യം വരുന്നുണ്ട്, പക്ഷേ അത് കൺസിഡർ ചെയ്യേണ്ട. എവിടെയാണോ വലുത് വരുന്നത് അത് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 തന്നെയാണ് വരുന്നത്, 3 തന്നെ എടുത്തു. പിന്നെ വരുന്നത് 5 വരുന്നുണ്ട്, ആ 5ഉം എടുത്തു. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും. 2 × 5 എന്ന് പറയുന്ന സമയത്ത് 10, 10 × 3 എന്ന് പറയുന്ന സമയത്ത് 30. ഓക്കെ, അപ്പോൾ ആൻസറായി. ഓക്കെ, ആൻസറായി, വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ LCM കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പർ എടുക്കാം. 16 വരുന്നുണ്ട്. ഓക്കെ, 16 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 24 എടുക്കുകയാണ്. ഓക്കെ, 16ഉം 24ഉം ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ 16ൻ്റെ എനിക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യാൻ എളുപ്പമാണ്, കാരണം 2⁴ ആണ്. എന്നാലും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. 16നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 കിട്ടും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2⁴ എന്ന് കിട്ടും.
ഇനി 24 ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഓക്കെ, 24 ഞാൻ ചെയ്യാണ്. ആദ്യം 2 കൊണ്ട് ചെയ്തു. ഓക്കെ, 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 12 കിട്ടും. 12 ഞാൻ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 6 കിട്ടും. 6 വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. ഓക്കെ, അപ്പോൾ 24 എന്ന് പറയുന്ന സമയത്ത് 2 ക്യൂബ് ഇൻറ്റു 3 ആണ്. ഓക്കെ, 2 ക്യൂബ് ഇൻറ്റു 3 ആണ്. ഇനി നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ എടുക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ 2⁴ ആണ് വലുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2⁴ എടുക്കും. ഇൻറ്റു പിന്നെ 3 ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ലൈക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ 3 വരുന്നുള്ളൂ. ആ 3യെ ഞാൻ അങ്ങ് എടുക്കും. ഓക്കെ, 3യെ ഞാൻ അങ്ങ് എടുക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2⁴ കിട്ടും. 2⁴ എന്ന് പറയുന്ന സമയത്ത് 16 തന്നെയാണ്. ഇൻറ്റു 3 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പം 30ഉം 24ഉം 54 ആൻസർ ആയിട്ട് വരും. ഓക്കെ, സോറി 58 ആൻസർ ആയിട്ട് വരും. ഓക്കെ, സോറി 48, 58 അല്ല 48. 30ഉം 3 6 18 48. ഓക്കെ, അപ്പം 48 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 16 × 3 48 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ LCM കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു മെത്തേഡ് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ലൈഡ് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത്, ഇനിയിപ്പോൾ നമുക്ക് ഒന്നിലധികം നമ്പേഴ്സ് തരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 12, 15, 20 3 നമ്പേഴ്സിൻ്റെ LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നിലധികം നമ്പേഴ്സ് തന്നുകൊണ്ട് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ LCM കാണാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ് അല്ലെങ്കിൽ ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ 3 നമ്പേഴ്സ് നമ്മളങ്ങ് എഴുതും. ഓക്കെ, 12, 15, 20 3 നമ്പേഴ്സ് ഞാൻ അങ്ങ് എഴുതി. എന്നിട്ട് ഈ 3ലും കൂടെ പൊതുവായിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും 2 നമ്പേഴ്സിൽ പോകുന്ന നമ്പർ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് 2 കോമൺ ആയിട്ട് പോകുന്നുണ്ട്. 12ലും 20ലും കോമൺ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 ഞാൻ എടുത്തു. പക്ഷേ 2 15 പോവോ? ഇല്ല, പോകണമെന്ന് ഒരു നിർബന്ധമില്ല. 2 നമ്പേഴ്സിൽ പൊതുവായിട്ട് പോയാൽ മതി. അപ്പോൾ 2 കൊണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എനിക്ക് 6 കിട്ടും, 15 കിട്ടും, ഇവിടെ എനിക്ക് 10 കിട്ടും. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 2 കൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും, 15 കിട്ടും, ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, 15 അങ്ങനെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും 2 നമ്പേഴ്സിൽ പൊതുവായിട്ട് പോയാൽ മതി. ഇനി നോക്കുന്ന സമയത്ത് 3ലും 15ലായിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ എന്ത് പോകുന്നുണ്ട്? 3 പോകുന്നുണ്ട്. അപ്പം ഞാൻ 3നെ എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 5 5 എന്ന് കിട്ടും. ഓക്കെ, 1 5 5 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, 5ഉം 5ഉം ഞാൻ പരിഗണിക്കുന്ന സമയത്ത് അവിടെ 5 പോകും. ഓക്കെ, അപ്പോൾ ഞാൻ 5 എടുത്തു. ഓക്കെ, 5 എടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 1 1 1 എന്ന് കിട്ടും. ഇങ്ങനെ അവസാനം 1 ആവുന്ന വരെ, ഓക്കെ, തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം 1 ആകുന്നത് വരെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ അല്ല ഞാൻ എടുത്തത്. ഏതെങ്കിലും 2 നമ്പേഴ്സിൽ, ഇവിടെ 12ലും 20ലുമാണ് 2 പോകുന്നത്, അങ്ങനെ പോകുന്ന നമ്പേഴ്സ് മതി. ഇനിയിപ്പോൾ ഇവിടെ 4മതൊരു നമ്പറും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 7ഉം കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 7ൽ എന്ത് വരില്ല? ഈ പറയുന്ന നമ്പേഴ്സ് ഒന്നും പോവില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനത്തുമ്പോൾ ഇവിടെ ഒരു 7 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു 7 ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ഒരു 7 കൊണ്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ 7നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ആ 7നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. അവസാനം 1 ആവുന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഒരു 7 ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ 7നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും 2 നമ്പേഴ്സിൽ മാത്രം പൊതുവായിട്ട് പോയാൽ മതി. ഓക്കെ, 2 നമ്പേഴ്സിൽ മാത്രം അത് പൊതുവായിട്ട് പോയാൽ മതി. ബാക്കി നമ്പേഴ്സിലൊന്നും പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 × 2 × 3 × 5 എന്ന് കിട്ടും. ഓക്കെ, 3 × 5 എന്ന് പറയുന്ന സമയത്ത് 15 ആണ്. 15 × 4 ചെയ്യുന്ന സമയത്ത് 60 കിട്ടും. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 4 × 15 4 × 15 എന്ന് പറയുന്ന സമയത്ത് 60, അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാഡർ മെത്തേഡിൽ LCM കാണുന്നത്. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു നമ്പറും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് നമ്പറും കൂടെ, ഒരു നമ്പർ സെറ്റും കൂടെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, 8 വരുന്നുണ്ട്. 8 9 10. ഓക്കെ, 8 9 10 അടുത്തടുത്തുള്ള 3 നമ്പേഴ്സാണ്. ഇതിൻ്റെ LCM നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊന്നും ചെയ്യില്ല, അതേപോലെ തന്നെ മെത്തേഡാണ് ചെയ്യുന്നത്. 8 9 10 എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പർ 2 പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 9 5 എന്ന് കിട്ടും. ഓക്കെ, 4 9 5 എന്ന് കിട്ടും. ഇനി ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
ഓക്കെ, കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പേഴ്സിനെല്ലാം കൂടെ നമ്മൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 2 × 4 × 9 × 5 എന്ന് കിട്ടും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഇപ്പോൾ നിങ്ങൾ നോക്കുക, 2 × 5 10. ഓക്കെ, ദെൻ 4 × 9 36. ഓക്കെ, അപ്പോൾ 360. ഓക്കെ, 360, 36 × 10. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 360 അല്ലാതെ ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സ് വരുന്നുണ്ടോ? 360നെ നമ്മൾ 8 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഓക്കെ, 8 × 8 16, ലൈക്ക് 8നെ 36 കൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4. ഓക്കെ, 32 വരും, പിന്നെ 40 വരും, അപ്പോൾ 45. 45 × 8 ആണ് 360 എന്ന് പറയുന്നത്. 9 തീർച്ചയായിട്ടും പോകും, കാരണം 3ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 9 ആണ്. ഓക്കെ, 3ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 9 ആണ്, അപ്പോൾ എന്തായാലും പോകും, 10 എന്തായാലും പോകും. അപ്പം 360 ആണ് എന്ത് ഇതിൻ്റെ LCM ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ അവസാനം നമുക്ക് നമ്പേഴ്സ് ഒന്നും പരസ്പരം വെട്ടിപ്പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ 5 പ്രൈം നമ്പറാണ്. ഓക്കെ, ഇതൊരു ഈവൻ നമ്പറാണ്, ഇതൊരു ഓഡ് നമ്പറാണ്, അപ്പോൾ 2 പോവില്ല, 3ഉം പോവില്ല, പിന്നെ വരുന്നത് 4ആണ്, 4ഉം പോവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമ്മൾ എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്കതിൻ്റെ LCM കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കുക, ഈ നമ്പേഴ്സിന് ഞാൻ ഈ പറയുന്ന 3 നമ്പേഴ്സിനെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, 9 × 8 എന്ന് പറയുന്ന സമയത്ത് 72. ഓക്കെ, × 10 720. പക്ഷേ 720 അല്ല LCM, 360 ആണ് LCM ആയിട്ട് വരുന്നത്. അതിന് താഴെ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, അതിന് താഴെ ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 18. ഓക്കെ, 180-ൽ 8 പോകുമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 8 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16 ആണ് വരിക. ഓക്കെ, പിന്നെ വരുന്നത് 20 ആണ്, 20-ൽ 8 പോവില്ല. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് വരുന്ന 180 എന്തല്ല, ലീസ്റ്റ് കോമൺ ആയിട്ട് പോകുന്ന നമ്പർ അല്ല, കാരണം അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള നമ്പേഴ്സ് മാത്രമേ LCM ആയിട്ട് വരുള്ളൂ. ഈ 720-ൻ്റെ നേർ പകുതിയാണ് 360. പിന്നെ ഒരു നമ്പർ LCM ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ 360-ൻ്റെ പകുതിയാണ്, പക്ഷേ അത് വരില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും ചെറിയ LCM അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 360 ആണ്. ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡിവിഷൻ ലാഡർ മെത്തേഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് നമ്പേഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, LCM കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ്. ഇത് ഡിഫറൻറ്റ് മെത്തേഡ്സിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റുവൽ കാര്യം കിട്ടാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ലാഡർ മെത്തേഡ് തന്നെ നോക്കാം. 3 നമ്പേഴ്സ് വരുമ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് 8, 12, 20. 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ലാഡർ മെത്തേഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 2 കൊണ്ട് ചെയ്യണം. ഓക്കെ, 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാത്തിലും 2 പോകും. അപ്പം 4, 6, 10. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ചെയ്യാം, 2, 3, 5. ഓക്കെ, ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, 2, 3, 5 ഇതിൽ കോമൺ ആയിട്ട് ഇനി വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എപ്പോഴും നല്ലത് ഇത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2, 5 ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 10 കിട്ടും. ഇനി 2 × 2 4, 4 × 3 എന്ന് പറയുന്ന സമയത്ത് 12. ഓക്കെ, 12 × 10 120. അപ്പോൾ ആദ്യത്തതിൻ്റെ LCM കിട്ടി, 120 ആണ് വരുന്നത്. ഓക്കെ, 120 ആണ് ആദ്യത്തതിൻ്റെ LCM ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം, 9, 5, 25. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു വരണം. 9, 5, 25 ഈ നമ്പേഴ്സിൻ്റെ LCM ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് ഞാനൊന്ന് റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, ഇനി ഇതിൻ്റെ LCM നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേപോലെ തന്നെ പ്രോസസ്സ് സെയിം തന്നെയാണ്. ഞാൻ നമ്പേഴ്സ് എടുത്ത് എഴുതാണ്, 9, 15, 25 ഞാൻ എടുത്തെഴുതി. എന്നിട്ട് എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കുക, 9-ലും 15-ലും 3 പോകും. അപ്പോൾ ഞാൻ 3 കൊണ്ട് ചെയ്തു, എനിക്ക് 3, 5, 25 എന്ന് കിട്ടി. ഇനി ഇതിൽ കോമൺ ആയിട്ടൊന്നും പോകില്ല, 3ഉം 5ഉം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി 5, 25 കൺസിഡർ ചെയ്യുന്ന സമയത്ത് 5 പോകും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 3, 1, 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകിച്ച് നമ്പേഴ്സ് ഒന്നും പോകില്ല, ഇതെല്ലാം കൂടെ ഞാനങ്ങ് ഗുണിച്ചെഴുതും. ഓക്കെ, അപ്പം ഗുണിച്ചെഴുതുന്ന സമയത്ത് 3 × 5 15, 15 × 15 എന്ന് കിട്ടും. ഓക്കെ, 15 × 15 225 ആയിരിക്കും ആൻസർ. ഇനി എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. 10 × 15 ചെയ്യുന്ന സമയത്ത് 150 കിട്ടും. ഓക്കെ, 10 × 15 ചെയ്യുന്ന സമയത്ത് നമുക്ക് 150 കിട്ടും. ഇനി 5 × 10 ചെയ്യുന്ന സമയത്ത് 50 കിട്ടും. 5 × 5 ചെയ്യുന്ന സമയത്ത് 25 കിട്ടും. അപ്പോൾ 180ഉം 50ഉം 200, 200ഉം 25ഉം 225. അപ്പോൾ LCM നമുക്ക് കിട്ടി 225. ഓക്കെ, 225 LCM ആയിട്ട് വരുന്നത്. 3 നമ്പേഴ്സ് വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഇതുപോലെ ലാഡർ മെത്തേഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ലാഡർ മെത്തേഡ് തന്നെ യൂസ് ചെയ്തത്. 2 വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡൊക്കെ ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഡർ മെത്തേഡ് എന്ന് പറയുന്നതും പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. പേര് ഡിഫറൻ്റ് ആക്കിയെന്ന് മാത്രം, പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് 18ഉം 24. ഓക്കെ, 18, 24. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 18 എടുത്തു. ഓക്കെ, 18-ന് ഞാൻ എന്ത് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്.
അപ്പോൾ എനിക്ക് 2 ഇൻറ്റു 9 കിട്ടും. 2 ഇൻറ്റു 9 എന്ന് പറയുന്ന സമയത്ത് എന്താണ് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഓക്കെ, 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 3 ഇൻറ്റു 3 എന്ന് പറയുന്ന സമയത്ത് 3 സ്ക്വയർ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് 24 എഴുതാണ്. ഓക്കെ, 24 എനിക്ക് എന്ത് എഴുതാം 2 ഇൻറ്റു 12 എന്ന് പറയുന്ന സമയത്ത് വീണ്ടും എന്താണ് 2 ഇൻറ്റു 6 വരും. 6 എന്ത് ചെയ്യാം 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് 2 ക്യൂബ് ഇൻറ്റു 3 ആണ്. ഓക്കെ, 8 ഇൻറ്റു 3 2 ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് 8 ആണ്. 8 ഇൻറ്റു 3 24 ആണ്. ഇനി നമ്മൾ നോക്കുക, ഇതിൽ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് 2ൻ്റെ ഏറ്റവും വലിയ എക്സ്പോണൻറ്റ് വരുന്നത് 3 ആണ്. അത് അതേപോലെ തന്നെ എടുത്തു 2 ക്യൂബ് ഇൻറ്റു 3ൻ്റെ ഏതാണ് വരുന്നത് 3 ഇൻറ്റു സ്ക്വയർ ആണ്. 3ൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 3 സ്ക്വയറും എടുത്തു. ഓക്കെ, അപ്പം 2 ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് 8 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 9 ആണ്. ആൻസർ വരുന്നത് 72 ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ LCM വരുന്നത് 72 ആണ്. ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 72 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 നമ്പേഴ്സ് എടുത്തുകൊണ്ട് അടുത്ത 3 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാഡർ മെത്തേഡ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ലാഡർ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് LCM കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. 16, 20, 30. ഓക്കെ, 16, 20, 30 ഇതിൻ്റെ LCM കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 കൊണ്ട് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്യാണ്. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 8. ഓക്കെ, 20നെ ചെയ്തു 10, 30നെ ചെയ്തു 15. ഓക്കെ, ഇനി എനിക്ക് 2 കൊണ്ട് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 കൊണ്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 4, 5 എന്ന് കിട്ടി. ഓക്കെ, 4, 5, 15 എന്ന് കിട്ടി. ഇനി എനിക്ക് 5 കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി 4, 1, 3. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഇനി ഇത് എല്ലാം കൂടെ എടുത്തിട്ട് ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും ഞാൻ ആദ്യം ചെയ്യും. അപ്പോൾ ഒരു 10 കിട്ടും. ഇനി 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 10 240. ഓക്കെ, അപ്പോൾ LCM എന്ന് പറയുന്നത് 240 ആണ്. നമുക്ക് കിട്ടി 16, 20, 30 ഇതിൻ്റെ LCM നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് 240 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 21, 35. 21, 35 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 21 വരുന്നുണ്ട്. 21ൻ്റെ ഞാനതിനെ പ്രൈം ഫാക്ടർ ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു 7. ഓക്കെ, 3, 7, 21 ഒറ്റയടിക്ക് നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. 35ൻ്റെ കേസിലേക്ക് വരുന്ന സമയത്തും സെയിം തന്നെയാണ്. 35ലേക്ക് വരുന്ന സമയത്ത് 7 ഇൻറ്റു 5 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെയും 7 വരുന്നുണ്ട്. 7ൻ്റെ 2 സ്ഥലത്തും 1 തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 7 നമ്മൾ എടുക്കുന്നു. ഇനി 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. എല്ലാം കൂടെ നമ്മൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. 3 ഇൻറ്റു 5 ഇൻറ്റു 7. ഓക്കെ, 3 ഇൻറ്റു 5 ഇൻറ്റു 7. ഇവിടെ നിങ്ങൾ നോക്കുക 3 ഇൻറ്റു 7 21, 21 ഇൻറ്റു 5. ഓക്കെ, 21 ഇൻറ്റു 10 ആണെങ്കിൽ നമുക്കറിയാം 210 ആണ്. അപ്പോൾ 21 ഇൻറ്റു 5 എന്ന് പറയുമ്പം ഇതിൻ്റെ നേരെ പകുതി 105 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് LCM കിട്ടി 105 ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും LCM കാണാൻ വേണ്ടിയിട്ട് പഠിക്കുക. വളരെ എളുപ്പമാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ LCM ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒട്ടും ഡിഫിക്കൽട്ടി ഇല്ലാത്ത കാര്യമാണ്. ദെൻ ഇതിലെങ്ങനെയാണ് പ്രാക്ടിക്കൽ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ LCMൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതായത് 2 bells റിംഗ് ടുഗദർ എവറി 12 minutes. ഓക്കെ, ഓരോ 12 മിനിറ്റ് കഴിയുന്ന സമയത്തും 2 ബെല്ലുകൾ എന്ത് ചെയ്യും അവർ ഒരുമിച്ച് റിങ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ബെല്ല് 12 മിനിറ്റും രണ്ടാമത്തെ ബെല്ല് 18 മിനിറ്റും കഴിയുന്ന സമയത്താണ് റിങ് ചെയ്യുന്നത്. ഓക്കെ, 2 bells റിംഗ്, അതായത് 2 മണികൾ യഥാക്രമം 12 മിനിറ്റിലും 18 മിനിറ്റിലും മുഴങ്ങുന്നുണ്ട്. എത്ര മിനിറ്റിന് ശേഷം അവ രണ്ടും വീണ്ടും ഒരുമിച്ച് മുഴങ്ങും? ഓക്കെ, ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ബെല്ല് ഒരു 12 മിനിറ്റ് കഴിയുന്ന സമയത്താണ് മുഴങ്ങുന്നത്. രണ്ടാമത്തത് 18 മിനിറ്റ് കഴിയുന്ന സമയത്താണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഫ്യൂച്ചറിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് LCM ആണ്. ഫ്യൂച്ചറിൽ ഇത് രണ്ടും കൂടെ ഇനി എപ്പോഴാണ് ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ഉം 18ഉം ഇനി എപ്പം ഒരുമിച്ച് വരും? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ 12ഉം 18ഉം ഒരുമിച്ച് വരുന്നത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM കണ്ടാൽ മതി. സിമ്പിളായിട്ട് LCM കണ്ടാൽ മതി. അപ്പോൾ LCM കാണുന്ന സമയത്ത് ഡിഫറൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാണ്. 12ന് ഞാൻ എന്ത് ചെയ്യാണ് 2 ഇൻറ്റു 6 എന്ന് എഴുതാണ്. 6ന് ഞാൻ എന്ത് ചെയ്യാണ് 2 ഇൻറ്റു 3 എന്ന് എഴുതാണ്. അപ്പോൾ എനിക്ക് എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെനിക്ക് എന്ത് ചെയ്യാം 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി 18ൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 2 ഇൻറ്റു 9 ആണ്. 9ന് എനിക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇതിനെനിക്ക് എന്ത് എഴുതാം 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം.
ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് നമ്പേഴ്സ് ഞാൻ എടുക്കുമ്പം ഇവിടെ 2² വരുന്നുണ്ട്, അതാണ് ലാർജർ നമ്പർ. 3 എടുക്കുന്ന സമയത്ത് 3² വരുന്നുണ്ട്, അതാണ് ലാർജർ നമ്പർ. അത് രണ്ടും കൂടെ ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2² × 3² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 9 36 മിനിറ്റ് കഴിയുമ്പം രണ്ടും കൂടെ ഒരുമിച്ച് മുഴങ്ങും. ഓക്കെ, ആൻസർ കിട്ടി. രണ്ടും കൂടെ ഒരുമിച്ച് 36 മിനിറ്റ് കഴിയുന്ന സമയത്തായിരിക്കും ഇനി രണ്ട് ബെല്ലും ഒരുമിച്ച് മുഴങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് LCM ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒന്നും നോക്കണ്ട, തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ LCM കാണുക, അതായിരിക്കും ആൻസർ. ഓക്കെ, ചോദ്യത്തിൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു? ഫ്യൂച്ചറിൽ രണ്ട് കാര്യങ്ങൾ, 2, 3, 4 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഓക്കെ, അതായത് ഓരോന്നും ഓരോ റിപ്പീറ്റഡ് ഇൻ്റർവെല്ലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നുള്ള രൂപത്തിലാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ LCM ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്, ദെൻ അടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 3 ട്രാഫിക് ലൈറ്റ്സ് ചേഞ്ചസ് അറ്റ് ഇൻ്റർവെൽസ് ഓഫ് 30 സെക്കൻഡ്, 40 സെക്കൻഡ് ആൻഡ് 50 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 50 സെക്കൻഡ് എന്നീ സമയങ്ങളിൽ അല്ലെങ്കിൽ എന്നീ ടൈം ഇൻ്റർവെല്ലുകളിൽ ട്രാഫിക് സിഗ്നലുകൾ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി എത്ര സെക്കൻഡുകൾ കഴിയുന്ന സമയത്തായിരിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഓരോ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിൽ ഈ പറയുന്നത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇതെല്ലാം കൂടെ എപ്പം ഒരുമിച്ച് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണേണ്ടത് LCM ആണ്. ഇനി ഇവിടെ 3 കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലാഡർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 30, 40, 50 വരുന്നുണ്ട്. ലാഡർ മെത്തേഡ് യൂസ് ചെയ്യാണ്. ഓക്കെ, ആദ്യം എനിക്ക് എന്ത് ചെയ്യാം? 2 യൂസ് ചെയ്യാം. പ്രൈം നമ്പേഴ്സ് കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നേരെ പോയിട്ട് 10 കൊണ്ട് ചെയ്യരുത്. പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. 2 കൊണ്ട് ചെയ്തു. 15, 20, 25. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. 5 ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ 5 കൊണ്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3, 4, 5. ഓക്കെ, ഇനി എനിക്ക് ഒന്നുകൊണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ താഴത്തുള്ള നമ്പേഴ്സും കൂടെ കൺസിഡർ ചെയ്യാം, കാരണം ഇവിടെ ഇനി എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഈ നമ്പർ 2 × 5 10 തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് വരുന്നത്? 3 × 4 എന്ന് പറയുന്ന സമയത്ത് 12 ആണ്. 12 × 5 എന്ന് പറയുന്ന സമയത്ത് 60 ആണ്. 60 × 10 എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ഇവിടെ × 10 കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 600 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് വീണ്ടും ഒരുമിച്ച് കത്തും. ഇനി നിങ്ങൾ നോക്കുക, 3, 4, 5 ഈ നമ്പേഴ്സിൻ്റെ LCM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ആണ്. അപ്പോൾ 30, 40, 50ൻ്റെ LCM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 0 ഇട്ട് കൊടുക്കുക, 600 ആണ്. അങ്ങനെയാണെങ്കിൽ 300, 400, 500 എന്നീ നമ്പേഴ്സിൻ്റെ LCM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6000 ആയിരിക്കും. ഓക്കെ, ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സിൻ്റെ LCM കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അതായത് 3 വിദ്യാർത്ഥികൾ 6, 8, 10 ദിവസങ്ങൾ കൂടുന്ന സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത്? വ്യായാമം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും എപ്പോഴാണ് ഇവർ ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും 3 നമ്പേഴ്സ് വരുന്നുണ്ട്. ഞാൻ ലാഡർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാണ്. 6, 8, 10. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ലാഡർ തന്നെ യൂസ് ചെയ്യാണ്. ആദ്യം 2 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് 3, 4, 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, 3, 4, 5, കാരണം ഇതിൽ 5, 3 രണ്ടും പ്രൈം നമ്പറാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇതിലെല്ലാത്തിനെയും കൂടെ ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുക. 2 × 5 10 കിട്ടും. ഓക്കെ, 10 കിട്ടി. 3 × 4 12 കിട്ടി. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 120 ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഒരു 120 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവർ 3 പേരും ഒരുമിച്ച് ഇനി ഈ ഒരു ജിമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ മൾട്ടിപ്പിൾസ് പഠിച്ചു, ഫാക്ടേഴ്സ് പഠിച്ചു. ദെൻ മൾട്ടിപ്പിൾസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? LCM കാണാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് പഠിച്ചു. ഓക്കെ, ഒന്ന് ലിസ്റ്റിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്, പക്ഷേ അത് അത്ര എളുപ്പമുള്ള മെത്തേഡല്ല. അതുകൊണ്ട് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, 2 നമ്പേഴ്സൊക്കെയാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. ഇനി അതല്ലാതെ അതിൽ കൂടുതൽ ഒരു 3, 4 നമ്പേഴ്സൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാഡർ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് LCM ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതായത് എപ്പോഴെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, ആ നമ്പേഴ്സ് എല്ലാം ഫ്യൂച്ചറിൽ എപ്പോഴാണോ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെയാണ് ചോദ്യം പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് LCM ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ചോദ്യമൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. യെസ്,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. LCMുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് HCFുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാവരും ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ എടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു റാങ്ക് കാര്യങ്ങൾ ഇപ്പം തന്നെ നോക്കിയാൽ മാത്രമേ ആ ഒരു എക്സാം മൈൻഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുള്ളൂ. ആ ഒരു എക്സാം ഓറിയൻറ്റേഷൻസ്, നിങ്ങളുടെ മാർക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണം, നിങ്ങളുടെ റാങ്ക് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ പഠിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും PSC എക്സാമിനേഷൻസോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, പഠിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളത് റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മാക്സിമം നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സമയം എടുക്കുന്നത്, ടെസ്റ്റ് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് എടുക്കാം. 1 തവണയോ 2 തവണയോ 3 തവണയോ ഒക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ടെസ്റ്റ് എടുക്കാം. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടേ ടെസ്റ്റ് എടുക്കൂ എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഒന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് നോക്കുക, അല്ലെങ്കിൽ മാർക്ക് നോക്കുക. നിങ്ങൾക്ക് 50% അല്ലെങ്കിൽ 60% കുറവാണെങ്കിൽ വീണ്ടും പഠിക്കുക, വീണ്ടും പോയിട്ട് നിങ്ങൾ അതേ ടെസ്റ്റ് തന്നെ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 10 ഔട്ട് ഓഫ് 10ലേക്ക് നിങ്ങൾ എത്തണം. അങ്ങനെ എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് അതെന്ത് പറയുക, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കുണ്ട്, നമ്മുടെ ഒറിജിനൽ എക്സാം പോലെ തന്നെ നെഗറ്റീവ് മാർക്കും വരുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് ടൈമിൽ കൃത്യമായിട്ട്, ഇനി നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നിങ്ങൾ അതിന് കൺസ്യൂം ചെയ്യില്ല. ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടെസ്റ്റ് എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള എക്സാം മോഡിൽ നിങ്ങൾ കൂടുതൽ എക്സാം ചെയ്ത്, ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ എക്സാമിനോടൊരു പേടി ഉണ്ടായിരിക്കും, ഒരു ഫിയർ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് എടുക്കുക. അത് 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻ ആണ് 15, 20 ആണ് 20 എടുത്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഒരു ചെറിയ ടെസ്റ്റ് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളുടെ റാങ്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാര്യം ഒരിക്കലും വിട്ടുപോരുത്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. ഒരിക്കലും എന്ത് ചെയ്യരുത്, വെറുതെ ഉഴപ്പി നടക്കരുത്. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചാൻസാണ്, മിസ് ചെയ്യരുത്.